ഈ മറ്റൊരു ചോദ്യം, ഈ ട്രാവൽ ബ്ലോഗ്സ് എത്രത്തോളം ഈ ഇൻഡസ്ട്രിയെ സഹായിക്കുന്നുണ്ട്? അത് രണ്ട് തരത്തിലാണ്. അത് ആദ്യകാലങ്ങളിൽ അത് ഒരു വളരെ പോസിറ്റീവായിരുന്നു. ഇപ്പോൾ അത് അത് ചെയ്യുന്നവർ തന്നെ അവരുടെ ഒരു എന്താ പറയുക, ഇപ്പോൾ മുമ്പൊക്കെ നമുക്കൊരു ഒരു US വിസ ഒക്കെ കിട്ടാൻ വേണ്ടി ഏതെങ്കിലും ഒരു ഓഡിറ്ററുടെ ഒരു സർട്ടിഫിക്കറ്റ് മതിയായിരുന്നു. അതായത് ഇത്രയും സ്വത്തുകാരനാണ്, ഇമ്മൻസ്ലി റിച്ചാണ് എന്ന് പറഞ്ഞ് ഒരു ഓഡിറ്റർ സൈൻ ചെയ്തിട്ട് കൊടുക്കുന്നു, അത് കാണിക്കുന്നു. ആഹോ കൊള്ളാം, സോ അവിടെ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരും. അവർക്ക് അതാണല്ലോ നോക്കേണ്ടത്. ഇപ്പോൾ അതിനൊരു വാല്യൂ ഇല്ല. കാരണം മനസ്സിലായോ? അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ മുമ്പൊക്കെ ഈ വ്ളോഗേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു സ്ഥാനമുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് പലപ്പോഴും കാണാൻ പറ്റും, ഈ ഏതൊരാളും എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യമാണെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോലും ഇങ്ങനെ ഇവരെ സമീപിക്കുമ്പോൾ അവർ അതിനെക്കുറിച്ചിട്ട് പല കാര്യങ്ങളും പറയുമ്പോൾ അത് കണ്ട് അത് ശരിയായിരിക്കും എന്നുള്ള വിശ്വാസത്തിൽ അങ്ങോട്ട് പോയിട്ട് പിന്നെ ചെന്ന് മനസ്സിലാക്കുന്നത് അയ്യോ അബദ്ധം പറ്റി എന്നാണ്. അപ്പോൾ ഒരു അബദ്ധത്തിലേക്കുള്ള ഒരു ഇതാകരുത്, ഒരിക്കലും ഉണ്ടാകരുത് എന്നാണ് എനിക്ക് അവരോട് പറയാനുള്ളത്. അതിനകത്ത് പോസിറ്റീവായിട്ട് ചെയ്യുന്നവരുണ്ട്, പക്ഷേ നല്ലൊരു ശതമാനം, അതായത് എവിടെയാണോ നമ്പേഴ്സ് കൂടുന്നത്, ആ നമ്പേഴ്സ് കൂടുന്നതനുസരിച്ച് അതിൻ്റെ റിസൾട്ട് സത്യസന്ധത കുറഞ്ഞു വരികയാണ് കേരളത്തിൽ. ഇപ്പോൾ അത് ഞങ്ങളുടെ ഇൻഡസ്ട്രി അങ്ങനെയാണ്. ഇപ്പോൾ മുമ്പൊക്കെ ഈ ടൂർ ഓപ്പറേറ്റർ ഞാൻ തുടങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോൾ എത്രയുണ്ടെന്ന് പറയാൻ പറ്റില്ല. ആയിരക്കണക്കിന് ടൂർ ഓപ്പറേറ്റേഴ്സാണുള്ളത്. പക്ഷേ ക്രെഡിബിലിറ്റി മാറ്റേഴ്സ് ഉണ്ടല്ലോ. അല്ല, പക്ഷേ അതുണ്ട്. പക്ഷേ അതിനകത്ത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഇത് കണ്ടിട്ട് ഓക്കെ, ഇപ്പോൾ ഒരാളടുത്ത് ടൂർ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് ടൂർ പോകണം, അധികം പൈസയൊന്നും ചിലവഴിക്കരുത്. അപ്പോൾ അങ്ങനെ അവരുടെ മുന്നിലേക്ക് വരികയാണ്, ഓക്കെ 25,000 തായ്ലൻഡ്, കൊള്ളാലോ, ശരി, അങ്ങനെ തന്നെ അങ്ങ് ഫോൺ ചെയ്യാണ്, ഞങ്ങൾക്ക് 2 സീറ്റുണ്ട്, എത്ര 25,000 തന്നെയല്ലേ? 25,000 തന്നെ, 50,000 രൂപ, ഓക്കെ. നമ്മുടെ കേരളം ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം ഇങ്ങോട്ട് ഞാൻ ബോംബെയിലുള്ള സമയത്ത് തന്നെ പലരും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ രാജ്യത്തിലുള്ള ഈ എന്താ പറയുക എഡ്യൂക്കേഷൻ, അവരുടെ എല്ലാവരും 100% ലിറ്ററസി ഏറ്റവും ആദ്യം ഉണ്ടായത് കേരളത്തിൽ. വി ആർ പ്രൗഡ് ഓഫ് യു, വി എൻവി യു. ഇത്രയും വിദ്യാഭ്യാസവും പല നേട്ടങ്ങളുണ്ടായ നമ്മൾ എങ്ങനെയാണ് സർ ഈ 25,000 രൂപയ്ക്ക് തായ്ലൻഡിലേക്ക് കൊണ്ടുപോകാം എന്നത് 100% വിശ്വസിച്ചിട്ട് അവർക്ക് ഈ 50,000 രൂപ അടയ്ക്കുന്നത്? ഇതിനകത്ത് അറ്റ്ലീസ്റ്റ് നമുക്ക് കിട്ടിയ വിദ്യാഭ്യാസം കൊണ്ട് അതൊന്ന് നോക്കി, അതൊന്ന് വായിച്ച്, അതിൻ്റെ എയർലൈൻസ് നോക്കി, അതിനകത്ത് ഇൻഷുറൻസ് ഉണ്ടോ എന്ന് മനസ്സിലാക്കി, അതിനകത്ത് ഫുഡുണ്ടോ, അതിനകത്ത് ഏതെങ്കിലും ഒരു ഹിഡൻ കോസ്റ്റ് ഉണ്ടോ എന്ന് മനസ്സിലാക്കാതെ അത് പോയി ബുക്ക് ചെയ്യുന്നത് കുറ്റം അവരുടെയാണോ, ആ നടത്തിപ്പുകാരുടെയാണോ, അതോ നമ്മളുടെ മണ്ടത്തരമാണല്ലോ? ഇല്ലേ? ഈ ഒരു കാര്യത്തിൽ എനിക്ക് ഒരുപാട് സങ്കടമുണ്ട്. അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെ ഈ ടൂറിസ്റ്റിനെ എഡ്യൂക്കേറ്റ് ചെയ്യാമെന്നാണ്. അപ്പോൾ അത് പലരിടത്തും പറ്റാറുണ്ട്, ചിലരിടത്ത് പറ്റാറില്ല. അത് ഈ ടൂറ് കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിൻ്റെ നമ്പേഴ്സ് കൂടിക്കൊണ്ടിരിക്കുക. അതായത് ഏതെങ്കിലും ഒരു ടൂർ ഓപ്പറേറ്റർ സ്ഥാപനത്തിൽ കുറച്ച് നാൾ ജോലി ചെയ്തു, അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് റിസൈൻ ചെയ്ത് പോയി. ആ റിസൈൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവരവരുടെ വീട്ടിലിരുന്നു കൊണ്ട് ഒരു ഓഫീസ് ഇല്ലാതെ, അതിനകത്തൊരു എക്സ്ട്രാ റെൻറ്റ് കൊടുക്കാതെ, അല്ലെങ്കിൽ ഒരു GST സർട്ടിഫിക്കറ്റ് എടുക്കാതെ ഇങ്ങനെ ഇതിനകത്ത് മീഡിയയിൽ ഇങ്ങനെ 25,000 30,000 രൂപ ഒന്നും അടിക്കുമ്പോൾ അത് കണ്ട് വിശ്വസിച്ചിട്ട് പോവുകയാണ്. മറ്റൊരു ചോദ്യം, അതൊരു തികച്ചും വ്യക്തിപരമായ ചോദ്യമാണ്. കാരണം വെച്ചാൽ ഈ നമ്മളൊക്കെ ആരാകണമെന്നുള്ള ആഗ്രഹമാണല്ലോ നമ്മളുടെ ഒരു തൊഴിൽ മേഖലയിലേക്ക് എത്തിക്കുന്നത്. സ്വാഭാവികമായിട്ട് എൻ്റെ ആഗ്രഹം എനിക്കൊരു മാധ്യമ പ്രവർത്തനമാണെന്നാണ്. യാത്രകൾ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണോ താങ്കൾ ഈ ഒരു മേഖലയിലേക്ക് താങ്കളുടെ പ്രവർത്തന പദം മാറ്റിവെച്ചത്? തീർച്ചയായിട്ടും. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കത് 100% ചെയ്യാൻ പറ്റണം എന്നാണല്ലോ. ഇപ്പം ഞാൻ
പല കാര്യങ്ങളും നമ്മൾ ഇഷ്ടപ്പെടാതെ പല കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ആ സന്ദർഭം അങ്ങനെയായിരുന്നു. ഇപ്പോൾ ഈ ഞാൻ ചെറുപ്പത്തിൽ ഈ കൊയ്യാനൊക്കെ പോയിട്ടുണ്ട്. അത് ഇഷ്ടപ്പെട്ടിട്ടല്ല, പക്ഷേ അങ്ങനെ ആയിരുന്നു. ഇപ്പോൾ ഈ ബോംബെയിൽ ചെന്ന് കഴിഞ്ഞതിന് ശേഷം ജോലി അന്വേഷിച്ചിട്ട് നടന്നപ്പോൾ ആഗ്രഹിച്ച ജോലിയൊന്നും കിട്ടിയില്ല. അപ്പോൾ ഒരു ഒരു റേഡിയോഗ്രാഫറുടെ ഒരു ഹെൽപ്പറുടെ ജോലിയാണ് കിട്ടിയത്. 7 രൂപയായിരുന്നു ഒരു ദിവസം ഇത് കിട്ടിയിരുന്നത്, ശമ്പളം കിട്ടിയിരുന്നത്. 7 രൂപ, 210 രൂപ ഒരു മാസം. അതൊന്നും ഇഷ്ടപ്പെട്ടിട്ടല്ല. പക്ഷേ അതേ സമയത്ത് ഈ ഒരു ഫീൽഡിലേക്ക് വന്ന സമയത്ത് അതിനോടൊരു ഇഷ്ടം തോന്നി. അതിനകത്ത് എന്തൊക്കെയോ അതിനകത്തുണ്ട് എന്ന് നമുക്ക് തോന്നി. ഒരു ചലഞ്ചിങ് ആണ്. ഇപ്പോൾ ഒരു ചായയാണ് നമ്മൾ വെക്കുന്നത് നിൽക്കുക, ഒരു ചായ. ആ ചായ കുടിച്ചിട്ട് ആ ചായ ഇഷ്ടപ്പെട്ടു എന്നുള്ളത് നമുക്ക് അവരുടെ ഫേസിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഒരു നല്ലൊരു ചായ ഉണ്ടാക്കാൻ കഴിവുള്ള ഒരാൾക്ക് അതുപോലെയുള്ളൂ ഈ ടൂർ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. കേരളത്തിൻ്റെ വിനോദസഞ്ചാര വികസന മേഖലയിലെ ഭാവിയെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നമുക്കറിയാം, ഇപ്പോൾ കേരളം വലിയ തോതിൽ ടൂറിസത്തിന് പ്രാധാന്യം നൽകുന്ന, വലിയ തോതിൽ ഇന്നവേഷൻസ് നടക്കുന്ന, വലിയ തോതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്ന തരത്തിലേക്കാണ് ഈ സംസ്ഥാനത്തെ ടൂറിസം വകുപ്പ് മന്ത്രിയുടെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്. കേരളത്തിൻ്റെ ഒരു ടൂറിസം വികസന മേഖലയിലെ സാധ്യതയെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇത് ടൂറിസം ആസ് എ ഹോൾ ഇൻ ദ ഹോൾ വേൾഡ് അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മളുടെ ഈ ഏഷ്യൻ രാജ്യങ്ങളിൽ ഇപ്പോൾ ഈ പാൻഡമിക് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും വലിയ വളർച്ച സംഭവിച്ചത് ഇന്ത്യയിലാണ്. അതായത് ഇന്ത്യക്കാരാണ്. മുമ്പ് ചൈനക്കാരായിരുന്നു കൂടുതൽ പോയിരുന്നത്, എവിടെ പോയാലും ചൈനക്കാരായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇന്ത്യക്കാരാണ് എവിടെയും പോകുന്നത്. അപ്പം നാച്ചുറലി ഇന്ത്യ കാണുക എന്ന് പറയുമ്പോൾ അവിടെ നോർത്ത് ഇന്ത്യൻസ് ആയാലും ശരി, ബംഗാളീസ് ആയാലും ശരി, എവിടെയായാലും അവർ കേരളം കാണുക എന്നത് ഒരു വലിയ ഒരു മസ്റ്റാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചോളം പണ്ട് മുതലേ ഈ യൂറോപ്യൻസ്, സ്പെഷ്യലി ജർമ്മൻസ്, കാനഡിയൻസ്, അമേരിക്കൻസ്, ഒത്തിരി ആളുകൾ നമ്മുടെ നാട്ടിലേക്ക് വരുന്നുണ്ട്. അവർ കൂടുതൽ വരുന്നതും നമ്മളെപ്പോലെ ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു 10 ദിവസമോ ഒരു മൊത്തം യൂറോപ്പ് കാണുക എന്നതല്ല. ഇവിടെ മാസങ്ങളോളമാണ് അവർ താമസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും ചേരുകയാണ് എങ്കിൽ, അതിലൊരു സത്യസന്ധത കൊണ്ടുവരികയാണ് എങ്കിൽ, അതായത് ഒരു ഇളനീർ വിൽക്കുന്ന ഒരാൾ ആ ഇളനീരിൻ്റെ പൈസയായിട്ടുള്ള 30 രൂപയോ 40 രൂപയോ വാങ്ങുക, അതിന് പകരം $5 എന്ന് പറയാതെ അങ്ങനെയാണ് എങ്കിൽ, അത് നമ്മളെല്ലാ തലത്തിലേക്കും കൊണ്ടുവരികയാണ് എങ്കിൽ, നേരത്തെ പറഞ്ഞ ഈ ടോയ്ലറ്റ് സൗകര്യം റോഡുകളുണ്ടെങ്കിൽ കേരളത്തിനെ തോൽപ്പിക്കാൻ വേറെ ഒരു സ്റ്റേറ്റിനും പറ്റില്ല. ഈ നമ്മുടെ സ്വകാര്യത വലിയ പ്രധാനപ്പെട്ട ഘടകമാണ്. നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ, പ്രത്യേകിച്ച് സ്ത്രീകളാണെങ്കിൽ അല്ലെങ്കിൽ ആരാണെങ്കിൽ കൂടി, അതൊക്കെ നമ്മൾ പ്രിസർവ് ചെയ്യുന്ന രീതി എങ്ങനെയാണ് നിങ്ങളുടെ ടീം മെമ്പേഴ്സ്? ഇവിടെ ഇപ്പം നമ്മളെ മിക്ക ടൂറുകളും ഇപ്പോൾ ഈ ഒരു സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ മിനിമം എല്ലാ ഗ്രൂപ്പിലും ഒരു 30 പേരുണ്ടാകും. അപ്പോൾ 30 പേരും ഒരു ടൂർ മാനേജറുമാണ്. അപ്പോൾ അതിനകത്ത് ഈ 48 ടൂർ മാനേജേഴ്സിലെ ഒരു 10-15ഓളം സ്ത്രീകൾ തന്നെയാണ്. അപ്പോൾ ഇവിടെ ഈ സ്വകാര്യത എന്ന് പറയുന്നത് ഇതിൽ ഇമ്പോർട്ടൻസ് ഈ 30 പേരിൽ എന്ത് തന്നെയായാലും ഒരു 13 ഫാമിലിയിലും കാണും എന്ന് പറഞ്ഞ 26 പേര്. അപ്പോൾ ഭാര്യ, ഭർത്താവ്, അപ്പോൾ അവർക്ക് മാത്രമായിട്ടുള്ളൊരു റൂമാണ്. മനസ്സിലായോ? അപ്പോൾ പിന്നെ ഉണ്ടാകുന്നത് സിംഗിൾസാണ്. ആ സിംഗിൾസിന് തന്നെ 2 സിംഗിൾസ് ആയിട്ട് നമ്മൾ മുൻകൂട്ടി തന്നെ പറയും. അതല്ല, ഒരു സിംഗിളിനെ കിട്ടിയില്ലെങ്കിൽ അവർക്ക് ആ സിംഗിളായിട്ടുള്ള ഒരാൾക്ക് മാത്രമായിട്ടുള്ള റൂമാണ്. അത് ആദ്യമേ തന്നെ നമ്മൾ അവരോട് പറയാം. അതിന് ചെറിയൊരു സപ്ലിമെൻറ്റും ഉണ്ടാകും. പക്ഷേ സ്വകാര്യത, ഇപ്പോൾ എത്രയോ സ്ത്രീകൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ തുടങ്ങി ആഫ്റ്റർ ദ കോവിഡ് പാൻഡമിക്. അതായത് ഈ യാത്ര എന്നത് തൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണെന്നും എനിക്ക് ചിറകുകളുണ്ടെന്നും എനിക്ക് ഈ ലോകം മുഴുവനും കാണാനുള്ള സ്വാതന്ത്ര്യവും എല്ലാ കാര്യങ്ങളും ഉണ്ട് എന്നുള്ള ചിന്താഗതി കൂടി ഈ കോവിഡ് പാൻഡമിക് കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ സ്ത്രീകളുടെ നമ്പേഴ്സ് കൂടി വരികയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ 100% സേഫ്റ്റി വി വിൽ എൻഷുർ.
അത് ഇപ്പോഴൊന്നും നമുക്ക് ഒരു പണ്ടത്തെ പോലെ ഏതെങ്കിലും ഒരു 10 ദിവസത്തെ ടൂറോ 15 ദിവസത്തെ ടൂറോ ഒക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഒരു എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം അതിനെക്കുറിച്ചിട്ട് എന്താ പറയുക, ഒരു 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 100 മൈൽ അകലെ പോലുള്ള ഒരു ചിന്ത ഒരാൾക്കും ഉണ്ടാകില്ല. അതൊന്നും പോസിബിൾ അല്ല. എവരിബഡി റെസ്പെക്റ്റ് ഈച്ച് അതർ. ഒരു ടൂറിൽ അവരൊരു നല്ലൊരു ഫാമിലി ആയിട്ടാണ് അത് കണ്ടിന്യൂ ചെയ്യുന്നത്. അതായത് അത്രയും ഐക്യത്തോട് കൂടിയിട്ട് 30 പേര് പല സ്ഥലത്തുനിന്ന് വരികയാണെങ്കിലും അവരെല്ലാവരും രണ്ടാമത്തെ ദിവസം കൊണ്ട് വലിയ ഒരു കുടുംബമായി മാറുകയാണ്. അപ്പോൾ അവിടെ സേഫ്റ്റിയുടെ ഒരു പ്രശ്നം അങ്ങനെയൊന്നും വരുന്നേ ഇല്ല. എന്തായാലും ഈ ഒരു സംഭാഷണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഒരു വ്യക്തിപരമായ ഒരു കൗതുകം കൊണ്ട് ചോദിക്കുക എന്ന 2-3 ചെറിയ കാര്യങ്ങൾ അങ്ങയോട് ചോദിക്കാം. ഒന്ന്, ഈ നമ്മളുടെ ഈ ലോകയാത്ര എന്നുള്ള അങ്ങയുടെ കൺസെപ്റ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചേതോവികാരം എന്തായിരുന്നു? 27 വർഷമായി ഈ സോമൻസ് തുടങ്ങിയിട്ട്. അപ്പോൾ അതിനകത്ത് ഞങ്ങൾ ഓരോരോ വർഷവും ഇത്ര പേര് ഇത്രയും ഗ്രൂപ്പ് ചെയ്യണമെന്നുള്ള ഒരു ചിന്ത അതിങ്ങനെ കൂടി വരികയാണ്. അപ്പോൾ ഇപ്പം ഈ ഒരു 10,000-15,000 പേരെ നമ്മൾ നിഷ്പ്രയാസം കൊണ്ടുപോവുകയാണ്. അതെല്ലാം തന്നെ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ടൂറുകളാണ്. അപ്പോഴാണ് ഇങ്ങനൊരു ചിന്ത എനിക്കുണ്ടായത്. എന്തുകൊണ്ട് ഇവിടെ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, എനിക്കൊരു എന്താ പറയുക, കുറേ പൈസ കിട്ടിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു ലോട്ടറി അടിച്ചിരുന്നുവെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എന്ന് എന്നോടൊരാൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത്, ഇവിടെ ഫ്ലൈറ്റിൽ കയറാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരെ ഫ്ലൈറ്റിൽ കയറ്റിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ശ്രമം നടത്തും. പക്ഷേ അങ്ങനൊന്നും സംഭവിക്കാത്തതുകൊണ്ട് എനിക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഒരു 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 ഇപ്പോൾ ഞാൻ ഒന്ന് അങ്ങോട്ട് തിരിച്ച് ചോദിക്കാം. ഇപ്പോൾ അമേരിക്കയിലേക്ക് ഒരു ടൂറ് ഒരു 2,95,000 രൂപയ്ക്ക് 10 ദിവസത്തെ ടൂറ് ആർക്കെങ്കിലും സങ്കല്പിക്കാൻ പറ്റുമോ? ഇപ്പോൾ അതാണ് ഈ ലോകയാത്രയിലൂടെ ചെയ്യുന്നത്. 1.25 ലക്ഷം രൂപയ്ക്ക് ഒരു യൂറോപ്പാണ് കൊടുക്കുന്നത്. 42,000 രൂപയ്ക്ക് ഒരു മലേഷ്യ ടൂറാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാനത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അവിടെ ഈ ടൂറുകളെല്ലാം തന്നെ ഒരു കംപ്ലീറ്റ് ടൂറാണ്. അതായത് സോമൻസിൻ്റെ ഒരു ടൂറിൽ വന്നു കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞു എയർപോർട്ടിലേക്ക് വന്നാൽ മതി, തിരിച്ച് എയർപോർട്ടിൽ നിന്ന് വീട്ടിലേക്ക് പോകാൻ അത് മാത്രം ചെയ്താൽ മതി. ഇതേ കൺസെപ്റ്റാണ് ഈ ലോകയാത്ര.com പ്ലാൻ ചെയ്യുന്നത്. അതായത് അതിൻ്റെ കീഴിൽ വരുന്ന എല്ലാ ടൂറിലും ഇത് തന്നെയാണ്. അത് ഇത്രയും ദിവസം കൊണ്ട് ഇപ്പോൾ ഈ മലേഷ്യ ആയാലും തായ്ലൻഡ് ആയാലും ദുബായ് ആയാലും യൂറോപ്പ് ആയാലും അമേരിക്ക ആയാലും ഏത് സ്ഥലമായിക്കോട്ടെ സെയിം പോളിസിയിൽ ഇപ്പം ഇന്ന് ഞാനൊരാളെ കണ്ടായിരുന്നു. അദ്ദേഹം ഒരുമിച്ചാണ് ഇന്ന് ഭക്ഷണം കഴിച്ച്. അദ്ദേഹം ഈ ലോകയാത്ര.com അദ്ദേഹം തായ്ലൻഡിൽ പോയ ആളാണെന്ന് ഞാൻ ഇന്നാ മനസ്സിലാക്കി. അദ്ദേഹം എന്നോട് പറഞ്ഞത് അതൊരു ബഡ്ജറ്റ് ഇത്രയും കുറഞ്ഞപ്പോൾ ഞാൻ കരുതി അത് എന്തെങ്കിലും തട്ടിപ്പുണ്ടാവും. പക്ഷേ ടൂർ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴാണ് മനസ്സിലായത് ഇതെങ്ങനെയാണ് ഇവർ ചെയ്യുന്നത് എന്നാണ്. ഇതേ വാക്കുകൾ, സിമിലർ വാക്കുകൾ ഞാൻ ഒരുപാട് പേരെടുത്ത് കേട്ടു. ദുബായിൽ പോയവരും മലേഷ്യയിൽ പോയവരും പല സ്ഥലത്തും ഞാൻ കേട്ടു. അത് തരുന്ന സന്തോഷമുണ്ടല്ലോ, അത് ബിയോണ്ട് വേർഡ്സാണ്. നമ്മളിപ്പോൾ സംസാരിക്കുമ്പോഴേ നമ്മളിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിച്ചാൽ ഭക്ഷണം മോശമാണെങ്കിൽ പോലും ആദ്യം ചെയ്യുന്നത് ഫേസ്ബുക്ക് എടുത്തിട്ട് നമുക്ക് റിവ്യൂ ഇടാൻ പറ്റും. ഒരു നെഗറ്റീവ് റിവ്യൂ എപ്പോഴെങ്കിലും താങ്കളുടെ കൺസേണിനെ കുറിച്ച് വന്നിട്ടുണ്ടോ? ഇപ്പോൾ ഈ ടൂറ് കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞതിന് ശേഷം ഈ ഒരാൾ പറയുകയാണ് ഈ അവിടുത്തെ ആ സർവീസ് അല്ലെങ്കിൽ ആ ഭക്ഷണം അല്ലെങ്കിൽ ആ താമസം അല്ലെങ്കിൽ എൻ്റെ പൈസ പോക്കറ്റടിച്ച് പോയി, എൻ്റെ പാസ്പോർട്ട് നഷ്ടപ്പെട്ടു, ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം പറയുന്ന സമയത്തുണ്ടാകുന്ന ആ വിഷമം, അത് എത്ര ദിവസം നീണ്ടു നിൽക്കുന്നു ആ വിഷമം എന്നുള്ളത് പറയാൻ പറ്റില്ല. ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഒരു ടൂർ പോകുന്ന ആളുകൾ 100% തിരിച്ചു ഹാപ്പി ആയിട്ട് വരണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അല്ല, നേരത്തെ പറഞ്ഞാണ് കുട്ടിയെ സ്കൂളിൽ വിട്ട അവസ്ഥയാണ്, ചെറിയ കുട്ടികളെ സ്കൂളിൽ വിടുന്ന അവസ്ഥയാണെന്നാണ്. ഒരു സംശയവുമില്ല. നമുക്ക് ഇത് ഇപ്പം ഞാൻ ടൂർ ഓപ്പറേറ്റർ, ഞാൻ ഈ ടൂർ മാനേജറാന്ന് പറഞ്ഞില്ലേ,
അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ, അതായത് ഇപ്പോഴും ഞാൻ ഒരു ടൂർ മാനേജറാണ്. ഇപ്പോൾ അടുത്ത ഗ്രീസിൽ ഞാൻ പോകും, ഈ 3-ാം തീയതി ഗ്രീസ് ടൂറിൻ്റെ ഒപ്പം ഞാൻ പോകും. അത് കഴിഞ്ഞ് ആഫ്രിക്കയ്ക്ക് പോകും. അപ്പോൾ ഈ പോകുന്ന സമയത്ത്, വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അതിൻ്റെ ആ റൂട്ട് ഇവിടുന്ന് പോയി നെടുമ്പാശ്ശേരിയിൽ നിന്ന് കയറി ഇന്ന സ്ഥലത്തേക്ക് പോയി തിരിച്ച് ഇതെല്ലാം കഴിഞ്ഞ് വരുന്നത് വരെ ഒരു കുഴപ്പമുണ്ടാകരുതേ ദൈവമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇറങ്ങുന്നത്. അത് ചെറിയൊരു കാര്യമല്ല. അതിനകത്ത് ഒരാൾക്ക് എന്തെങ്കിലും ചെറിയൊരു അസുഖം ഉണ്ടായാൽ മതി, മനസ്സിലായി, യാത്ര മുഴുവനും പോകും. എത്ര പേരെ അൺഹാപ്പിയാക്കും അത്. അപ്പോൾ അതൊരു ഞാണിന്മേ കളിയാണത്. എന്തായാലും വളരെയധികം നന്ദി. പക്ഷേ ഒരു ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള നിലപാടുകളാണ് പലപ്പോഴും ഇത്തരം ഈ പ്രൈവറ്റ് സെക്ടറിൽ ഒരു വിജയത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകമാകുന്നത്. അവധിക്കാലം വരാൻ പോകുന്നു. കൂടുതൽ ആൾക്കാർക്ക് കൂടുതൽ യാത്രകൾ ഉണ്ടാകട്ടെ, കൂടുതൽ മേഖലകൾ കാണാൻ കഴിയട്ടെ. അതോടൊപ്പം തന്നെ അവരെയൊക്കെ മുന്നിൽ നിന്ന് നയിക്കാൻ താങ്കൾക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെയധികം നന്ദി. താങ്ക് യു വെരി മച്ച്. എനിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ACBനോട് എന്താ പറയുക, ഈ ഞങ്ങൾ തുടങ്ങിയ സമയം 27 വർഷം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ACB ഏഷ്യാനെറ്റും ഇതേ 27 വർഷം മുമ്പ് തുടങ്ങിയെന്ന് തോന്നുന്നുണ്ട്. 30 വർഷമാകുന്നു. ഓക്കെ. പലപ്പോഴും അത് കാണുമ്പോൾ ആ ഓർമ്മ വരാറുണ്ട്. എന്ന് തന്നെയാൽ ഒരുപാട് നന്ദി. ഇങ്ങനൊരു താങ്കളുടെ മുന്നിൽ ഇരിക്കാനും ഇത്രയും സമയം ചെലവഴിക്കാനും എനിക്കൊരവസരം തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. ആമുഖമായി പറഞ്ഞത് തന്നെയാണ്, അവധിക്കാലമാണ്. വലിയ യാത്രകളും വലിയ സ്വപ്നങ്ങളും ഒക്കെ മനസ്സിൽ സൂക്ഷിക്കുന്നവർക്ക് വിശ്വസിച്ച് പോകാൻ പറ്റുന്ന തരത്തിലുള്ള ഇടപെടലുണ്ടാകുന്നൊരു സംവിധാനത്തിൻ്റെ സാരഥിയാണ് നമ്മളൊപ്പം സംസാരിച്ചത്. വളരെയധികം നന്ദി. താങ്ക് യു.